വാടക തന്നെ ഇപ്പോഴും കിട്ടാത്ത ആളുകൾ ഇന്നും എന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു വാടക കിട്ടുന്നില്ല, ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് വാടക വരുന്നില്ല. മാത്രമല്ല 4 മാസമായിട്ട് കാര്യമാണ്. ശരിയാണ്, ഞാൻ സമ്മതിക്കും. ആളുടെ പേര് ഞാൻ പറയാം, ആളുടെ പേര് എന്നെ ബന്ധപ്പെട്ട ആളുടെ പേര് പറയാം. പേര് പിന്നെ അല്ല ഞാൻ പറയാം സൈനബ മണ്ണിൽത്തൊടി, സൈനബ മണ്ണിൽത്തൊടി, ആ ചൂരൽമലയിലെ സൈനബ മണ്ണിൽത്തൊടി. നീ ഫോൺ നമ്പർ വേണമെങ്കിൽ ഞാൻ പേഴ്സണലായിട്ട് അയച്ചുതരാം. ചൂരൽമല പറഞ്ഞോളൂ അവരെ വിളിക്കട്ടെ. അപ്പൊ ഞാൻ പറയുന്നത് നമുക്ക് വിളിക്കാം സാർ. ഞാൻ നമ്പർ തന്നെ അയക്കാം. സാർ താങ്കൾ കേൾക്കൂ സാർ. ആദ്യം വിളിക്കും. നമുക്കൊപ്പം സൈനബ ഇപ്പോൾ ചേരുന്നുണ്ട്. നേരത്തെ അനിൽകുമാർ ആവശ്യപ്പെട്ട PK ഫിറോസ് നേരത്തെ സൂചിപ്പിച്ച സൈനബയുടെ വാടകയുടെ കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നു. ഓഗസ്റ്റ് 16-ാം തീയതി വാടക വീട്ടിലേക്ക് മാറി എന്നാണ് സൈനബ നമ്മളോട് പറയുന്നത്. ഇതുവരെ വാടക കിട്ടിയിട്ടില്ല. ചൂരൽമലയിൽ താമസിക്കുകയാണ് സൈനബ എന്നാണ് അറിയുന്നത്. സൈനബ നമുക്കൊപ്പം ചേരുന്നു. ഞാൻ അനിൽകുമാറിലേക്ക് വരുന്നതിന് മുമ്പ് അക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തി പോകാം. അനിൽകുമാറിനും ചോദിക്കാം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ. സൈനബ നമസ്കാരം. സൈനബ, ഈ ചൂരൽമലയിൽ ദുരന്തബാധിത പ്രദേശത്ത് താമസിച്ച ആളാണോ? വീട് നഷ്ടപ്പെട്ട ആളാണോ സൈനബ? ഞാൻ ടൗണിൽ എന്റെ വീട് പറ്റ നഷ്ടപ്പെട്ടു, എന്റെ കൃഷിയും വീടും പറ്റ നഷ്ടപ്പെട്ടു. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അവിടെ എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പൊ സൈനബ താമസിക്കുന്നത് എവിടെയാ? ഞാൻ മീനങ്ങാടി 54-ലാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ ഒന്നും പെര കിട്ടിയില്ല. അപ്പൊ എന്റെ പേരക്കുട്ടിനെ പ്രസവത്തിന് കൊണ്ടുവരാനായിരുന്നു. അതുകൊണ്ട് കിട്ടിയ പെരയിൽ വേഗം കയറിയതാണ് ഞങ്ങള്. അതിന് 10,000 റുപ്യ ഒരു വാടക പറഞ്ഞു. പിന്നെ ഞങ്ങളെ കാര്യങ്ങളോ 3 പെൺകുട്ടികളാണ്. സൈനബ ഒരു വാടക വീട്ടിലേക്ക് മാറിയിരുന്നോ? മാറിയിരുന്നു. അവിടെ തന്നെയാണ് ഇപ്പൊ ഉള്ളത്. അത് ചൂരൽമലയിലാണോ ഇപ്പോ വാടക വീട്ടിൽ താമസിക്കുന്നത്? അല്ല, ചൂരൽമലയല്ല. ഞങ്ങൾ താമസിക്കുന്നത് എന്റെ സ്വന്തം വീട്ടിൽ. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ വീടും കൃഷി പറമ്പുമായിരുന്നു. അതൊക്കെ നഷ്ടപ്പെട്ടു. അത് പോയി. അല്ല, ഇപ്പോഴത്തെ വാടക വീട് എവിടെയാണ്? വാടക വീട് മീനങ്ങാടിയിലാണ് വാടക വീട് അല്ലേ? 54-ലാണ്. സൈനബയ്ക്കൊപ്പം എത്ര പേരുണ്ട് അവിടെ വീട്ടിൽ? ഞങ്ങൾ 6 ആളുണ്ട്. എന്നാണ് ഏത് ക്യാമ്പിലായിരുന്നു ഉണ്ടായിരുന്നത്? മേപ്പാടിയില്? ഞങ്ങള് മേപ്പാടി കേന്ദ്രീയ സ്കൂള് മേപ്പാടി സ്കൂളിലായിരുന്നു. അവിടെ നിന്ന് വാടക വീട്ടിലേക്ക് പോകാനായിട്ടുള്ള ലിസ്റ്റ് തന്ന് ആ ലിസ്റ്റിൽ പോയതാണോ? സർക്കാർ തെരഞ്ഞെടുത്ത വീട്ടിൽ പോയതാണോ? സർക്കാരല്ല ഞങ്ങളാക്കിയത്. ഞങ്ങൾ സർക്കാരിന്റെ ഞങ്ങളതൊക്കെ എഴുതി കുട്ടിയാണ് ഞങ്ങള്. നിങ്ങൾ കണ്ടെത്തി ആ വിവരം അറിയിച്ചിരുന്നോ? പഞ്ചായത്തിനെ അറിയിച്ചിരുന്നോ? പഞ്ചായത്തിനെ അറിയിച്ചിരുന്നു. ഇപ്പം മാസം 3 കഴിഞ്ഞു. നിങ്ങൾക്ക് 1 മാസത്തെ വാടകയും കിട്ടിയില്ലേ? 1 മാസത്തെ വാടകയും കിട്ടിയില്ലേ? ഇല്ല, 1 മാസത്തും കിട്ടിയിട്ടില്ല.